ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. പീഡാനുഭവവാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക ജനത്തിനു വേണ്ടി ബലിയായി തീരാൻ തന്നെ വിട്ടുകൊടുക്കുന്ന ക്രിസ്തുവിനെയാണ്. നിഴലായ പഴയ നിയമ പ്രവചനങ്ങളെ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാകുന്നത് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട പഴയ നിയമ പ്രവചനത്തെയാണ് നാം ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ കാണുക. പാപത്തിലൂടെ കടന്നുപോയൊരു ജനം ആ പാപത്തിൽ നശിക്കാതിരിക്കാൻ തൻ്റെ ഒരിക്കൽ മാത്രമുള്ള ബലിയിലൂടെ സകല ജനത്തിൻ്റെയും രക്ഷയ്ക്കായി ക്രിസ്തു പീഡകൾ ഏൽക്കുവാനായിട്ട് പോവുകയാണ്. എപ്പോഴും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതും എൻ്റേത് ഞാനെന്നൊക്കെയുള്ള മനോഭാവത്തോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച ക്രിസ്തു എപ്പോഴും നമുക്കൊരു മാതൃകയായിരിക്കണം. കർത്താവേ, എൻ്റെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എന്നെക്കൊണ്ടാകുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാനുമുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.